വെറൈറ്റി മസാല ദോശ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ സാധാ മസാല ദോശയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫ്രൈഡ് മസാല ദോശ ബോൾസ് ആണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. 4 മണിക്ക് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ദോശമാവോ ഇഡ്ഡലി മാവോ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്ങനെയാണ് ഫ്രൈഡ് മസാല ദോശ ബോൾസ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടി കഴിയുന്നതോട് കൂടിയിട്ട് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ പൊട്ടുകടലയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവോളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചെറുതായി ഒന്ന് വാടി തുടങ്ങുന്ന ടൈമിൽ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 പച്ചമുളകും ഒരു കുഞ്ഞിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് വാടി വരുന്ന ടൈമിൽ ഞാൻ 3 പൊട്ടറ്റോ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഫൈനായിട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയ കഷ്ണങ്ങളുള്ള രീതിയിലാണ് ഉടച്ചെടുക്കുന്നത്. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം, തിളച്ച വെള്ളം ഒരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിൽ സവോള വാടി വരുന്ന ടൈമിൽ ഒന്ന് മൂപ്പിച്ചിട്ട് വേണം മഞ്ഞൾ എടുക്കാൻ. അത് വിട്ടുപോയ കാരണമാണ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് പൊട്ടറ്റോ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മസാല ദോശയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞൊരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ കുഞ്ഞിതാക്കി കട്ട് ചെയ്തതാണ്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നനവൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എല്ലാ മസാലയും പൊട്ടറ്റോയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെള്ളം നനവൊക്കെ മാറി ഡ്രൈ ആയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദോശമാവിലേക്ക് കായപ്പൊടി ഒരു 1/4 ടീസ്പൂണും അതുപോലെ തന്നെ ഷുഗർ ഒരു 1/4 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ആയ കാരണമാണ് ഈ കളറ്. ഏത് ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്ന കാരണമാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ പൊട്ടറ്റോ മസാല നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ബോൾ പോലെ ആക്കിയതിന് ശേഷം ഈ മാവിലേക്കൊന്ന് മുക്കിയിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ക്രിസ്പി ആക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റെയിനർ യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്തിട്ട് ഇതൊരു ടിഷ്യൂ ഉള്ള പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രൈഡ് ക്രിസ്പി മസാല ദോശ ബോൾസ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മസാല ദോശ ബോൾസാണ്. അപ്പോൾ മസാല ദോശ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ മസാല ദോശ ബോൾസും ഇഷ്ടമാവും. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസാല ദോശ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാവും. മസാല ദോശയെക്കാട്ടും ടേസ്റ്റാണ്. എല്ലാവരും ഫ്രൈഡ് മസാല ദോശ ക്രിസ്പി ബോൾസ് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. Thanks for watching. Bye.